എല്ലാവർക്കും നമ്മുടെ വിയറ്റ്നാം സീരീസിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വിയറ്റ്നാമിലെ ഡനാങ് എന്ന് പേരുള്ളൊരു സിറ്റിനോട് ചേർന്നുള്ളൊരു ടൂറിസ്റ്റ് അട്രാക്ഷനിലാണ് ഉള്ളത്. ബാണ ഹിൽസ് എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. രാവിലെ തന്നെ അത്യാവശ്യം ദൂരമുള്ളൊരു കേബിൾ കാറിൽ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഈ മലയുടെ മേലിലെത്തിയേക്കണത്. ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ചെറിയൊരു കറക്കം കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ്റെ അടുത്തേക്കാണ് ഞങ്ങളിപ്പോൾ പോണത്. ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ വഴി വൈറലായിട്ടുള്ള ഗോൾഡൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞതാണ് ഈ അട്രാക്ഷൻ. ഞങ്ങൾ ഈ മലയുടെ മേലിൽ ആദ്യം വന്ന് ലാൻഡ് ചെയ്ത ലെവലിൽ നിന്ന് അടുത്ത കേബിൾ കാറിനാണ് ഞങ്ങൾ ഈ അട്രാക്ഷൻ കാണാനായിട്ട് പോണത്. കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് നടന്ന് താഴത്തേക്ക് ഇറങ്ങി തുടങ്ങിയപ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഗോൾഡൻ ബ്രിഡ്ജ് കണ്ടു തുടങ്ങി. കുറച്ച് നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം നന്നായിട്ട് ആളുകൾ കൂടുന്നുള്ളതും കൊണ്ട് തന്നെ രാവിലെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ. രാവിലെ തന്നെയൊക്കെ ആണെങ്കിലും ഇവിടെ ചെറുതായിട്ടൊക്കെ തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. മഞ്ഞിൻ്റെ ഇടയിൽ രണ്ട് കൈകളും കൊണ്ട് പൊക്കി പിടിച്ചേക്കണ ഈ ഒരു പാലത്തിൻ്റെ വീഡിയോ നിങ്ങൾ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കണ്ടിട്ടുണ്ടാവും. ഡനാങ്ങിൽ നിന്ന് കുറേ അധികം ഡേ ടൂറുകൾ ബാണ ഹിൽസിലേക്ക് ഡെയിലി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ടൂറുകളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളും ഇവിടെ എത്തി തുടങ്ങി. ഈ സമയത്ത് ഇവിടെ വിദേശികളെക്കാൾ കൂടുതൽ വിയറ്റ്നാമീസ് ടൂറിസ്റ്റുകളെയാണ് കാണാൻ പറ്റണത്. ഇപ്പോഴത്തെ കണക്കിൽ വിയറ്റ്നാമിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത്. ഞങ്ങളും കുറച്ചു നേരം ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് പാലത്തുമേയും അതുപോലെ തന്നെ അതിൻ്റെ പരിസരത്തൊക്കെ ആയിട്ട് തങ്ങിയേക്കാണ്. പയ്യെ പയ്യെ ഫോട്ടോകളൊക്കെ എടുത്ത് നടന്ന് ഞങ്ങൾ പാലത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് എത്തി. ഇത്രയും ആളുകൾ ഇവിടെ വന്നിട്ട് ഈ പരിസരം നന്നായിട്ട് നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ഇവിടെ മനുഷ്യൻ്റെ തലയും കൈയും കാലൊക്കെ ആയിട്ട് പല രൂപങ്ങളും ഉണ്ടാക്കി വെച്ചേക്കാണ്. വൈഫിനെ കൊച്ചിനെ അപ്പുറത്താക്കിയിട്ട് ഞാൻ ഒരു റൗണ്ട് പാലത്തിൻ്റെ ഇപ്പുറത്തുനിന്ന് അപ്പുറം വരെ ഒന്ന് നടക്കാൻ പോവാണ്. സെൽഫികളും മറ്റുള്ള ആളുകളെ കൊണ്ട് ഫോട്ടോ എടുക്കലൊക്കെ ആയിട്ട് വന്ന ടൂറിസ്റ്റുകളെല്ലാവരും പാലത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഏപ്രിലാണ് ഈ പാലത്തിന്റെ പണി പൂർത്തിയായത്. രണ്ട് മാസം കൂടി കഴിഞ്ഞ് ജൂൺ 2018 ഈ പാലം ടൂറിസ്റ്റുകൾക്കായിട്ട് തുറന്നു കൊടുത്തത്. ഈ പാലത്തിന് ഏകദേശം 150 മീറ്ററാണ് നീളമുള്ളത്. ഇവിടെ സ്ഥിരമായിട്ടുള്ള ഈ ഫോഗാണ് ഈ സംഭവത്തിന് ഇത്രയധികം ഭംഗി കൊടുക്കുന്നത്.
ഉച്ച കഴിഞ്ഞ് ഏകദേശം 3 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ പാലത്തിൽ തീരെ തിരക്കില്ലാത്തൊരവസ്ഥ ഉണ്ടാവണേന്ന് രാവിലെ ഡ്രൈവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയമാകുമ്പോഴേക്കും ഫോഗ് ഭയങ്കരമായിട്ട് കൂടുന്നും പറഞ്ഞിരുന്നു. ഇപ്പൊ തന്നെ ഇവിടുത്തെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ഫോഗ് കൂടിയാലുള്ള അവസ്ഥ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ കയ്യിൽ കൊടിയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് പല ഗ്രൂപ്പ് ടൂറുകളുടെയും ഗ്രൂപ്പ് ലീഡർമാരാണ് കേട്ടോ. ഇവരുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് പലരും പയ്യെ പയ്യെ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് അപ്പുറത്തുനിന്ന് നടന്നു വന്നിട്ടുണ്ട്. ബ്രിഡ്ജിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇനിയും കുറെ സ്ഥലങ്ങൾ കാണാനായിട്ടുണ്ട്. ഇന്ത്യയുടെ കൊടിയല്ലേ ഈ കാണുന്നത്. ഇത്തവണത്തെ നടപ്പിലാണ്ട ഇങ്ങനെ ഒരു സാധനം ശ്രദ്ധിച്ചത്. നേരത്തെ ഇതിൽ കൂടെ പോയിരുന്നെങ്കിലും ഈ പരിസരത്ത് കംപ്ലീറ്റ് ടൂറിസ്റ്റുകൾ നേർന്നാരും ഇത് ശ്രദ്ധിച്ചില്ലാന്ന്. ഈ കാണുന്ന സ്ഥലം പല ഫോട്ടോകളിലും ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ആർന്നെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നട്ടാ. ഇവിടെ എടുക്കുന്ന ഫോട്ടോകളെല്ലാം ഈ മഞ്ഞും കൂടി ബാക്ക്ഗ്രൗണ്ടിൽ വന്നതോടുകൂടി എന്താ ഭംഗി. മേലിൽ കൂടെ പോണ ഈ ഒരു കേബിൾ കാറിലാർന്നെന്ന് വന്ന് ഞങ്ങൾ ലെവൽ 1ൽ നിന്ന് ഇങ്ങോട്ട് എത്തിയത്. എന്തെങ്കിലും ലൈറ്റായിട്ടൊന്ന് കഴിക്കാൻ പറ്റിയ ഒരു സ്ഥലം നോക്കിയാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾ നടന്ന് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉള്ള ഒരു ഏരിയയിലേക്കാണ് എത്തണത്. കുറച്ച് സ്നാക്സും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ഏകദേശം 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വീണ്ടും നടത്തം തുടങ്ങണത്. ഇവിടെ താഴത്തായിട്ടൊരു പാർക്കും അതുപോലെ തന്നെ ഒരു വൈൻ സെല്ലാറും ഉണ്ടെന്ന് മേലെ കടയിൽ നിന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. പാർക്കിന്റെ അടുത്തേക്ക് എത്തി തുടങ്ങിയതോടുകൂടി പരിസരം മുഴുവനും പൂക്കളും ചെടികളൊക്കെ ആയിട്ട് നിറഞ്ഞു നിൽക്കുകയാണ്. കുറച്ചധികം നടക്കാനായിട്ട് ഉറപ്പിച്ചിട്ട് വേണം കേട്ടോ ബാണ ഹിൽസിലേക്ക് വരാനായിട്ട്. നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ പാർക്കിന്റെ ഏരിയ ഒരുക്കി വെച്ചേക്കണത്. ഇവിടുത്തെ വൈൻ സെല്ലാറിലേക്ക് കയറണത് ഇതിൽ കൂടെയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ തൽക്കാലം വൈനൊന്നും ടേസ്റ്റ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ ഇല്ലാത്ത കാരണം ഇത് തൽക്കാലം സ്കിപ്പ് ചെയ്യാണ്. ഇവിടുത്തെ സിറ്റിംഗ് ഏരിയയിൽ ഇരുന്ന് റിലാക്സ് ചെയ്യണ കുറേ അധികം ആളുകളെ നമുക്ക് കാണാം. കുറേയധികം ശില്പങ്ങളും മറ്റു പല രൂപങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരിക്കലും മടുക്കാത്ത രീതിയിലാണ് ഇവർ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. കുറച്ച് നീങ്ങിയായിട്ട് ഇവിടെ ഒരു ചെസ് ബോർഡിന്റെ രീതിയിലുള്ളൊരു സംഭവം. ഇതിൽ ചെസ് ബോർഡിന്റെ കരുക്കളൊക്കെ ഉണ്ടാക്കി വെക്കണത് മാർബിൾ വെച്ചാണ്. ഇതാണ് ഈ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ. ഇതിന്റെ നടുക്കായിട്ട് ബാർബിയുടെ ഡോളിന്റെ മോഡൽ ഒരു ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചേക്കണേ. തൊട്ടടുത്ത് തന്നെയായിട്ട് ചെടികളും പൂക്കളൊക്കെ വെച്ചുകൊണ്ട് ഒരു മയിലിനെയാണ് ഉണ്ടാക്കി വെച്ചേക്കണത്.
ഇപ്പം ചെറുതായിട്ട് മഴ ചാറി തുടങ്ങി. ഞങ്ങളുടെ അടുത്താണെങ്കിൽ 3 പേർക്കും കൂടി ചെറിയൊരു കുടയാണ് കയ്യിലുള്ളത്. അതിൽ 3 പേരും കൂടി ഒരുമിച്ച് കയറി കഴിഞ്ഞാൽ നനയുന്നുള്ളതും കൊണ്ട് തന്നെ കയറിയിരിക്കാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം തപ്പണം. ഏകദേശം അരമണിക്കൂറോളം ഞങ്ങൾ മഴയത്ത് കയറി നിന്നിരുന്നു. ഇപ്പം മഴ മുഴുവനായിട്ടൊന്നും മാറിയില്ലെങ്കിലും ചെറുതായിട്ടൊന്ന് കുറഞ്ഞ്. പിന്നെ മഴ മുഴുവനായിട്ട് മാറാൻ നിന്ന് കഴിഞ്ഞാൽ വെറുതെ സമയം പോകുന്നുള്ളതും കൊണ്ട് ഞങ്ങൾ വീണ്ടും കറങ്ങാനായിട്ട് ഇറങ്ങി. ബുദ്ധന്റെ അത്യാവശ്യം വലിപ്പമുള്ളൊരു പ്രതിമയുടെ അടുത്തേക്കാണ് ഞങ്ങൾ എത്തിയത്. വിയറ്റ്നാമിലെ മിക്ക സ്ഥലങ്ങളിലും ഇതുപോലെയുള്ള ബുദ്ധപ്രതിമകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാട്ടോ. ഇനി ഞങ്ങൾ ബാണ ഹിൽസിൽ ആദ്യം വന്ന് ഇറങ്ങിയ ലെവലിലേക്കാണ് തിരിച്ചു പോകാനായിട്ട് പോണത്. ഫ്രഞ്ച് വില്ലേജ് എന്ന് പറഞ്ഞിരുന്ന സ്ഥലമല്ലേ, ആ ഒരു ലെവലിലേക്ക്. ഈ ലെവലിലെ കേബിൾ കാർ സ്റ്റേഷൻ ഉള്ളത് ഗോൾഡൻ ബ്രിഡ്ജിന്റെ അടുത്തായതുകൊണ്ട് തന്നെ വന്ന വഴി തിരിച്ചു കിടന്നിട്ട് വേണം ഞങ്ങൾക്ക് അങ്ങോട്ട് എത്താനായിട്ട്. ഗോൾഡൻ ബ്രിഡ്ജിന്റെ ഇപ്പുറത്തെ സൈഡിലേക്കാണ് ഞങ്ങൾ നടന്നെത്തിയത്. നേരത്തെ കണ്ട കയ്യും കാലും തലയുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ട് കുറച്ചുകൂടി ഫോട്ടോസ് ഞങ്ങൾ എടുത്ത്. ഈ കേബിൾ കാർ സ്റ്റേഷനിൽ നിന്ന് വേണം ഞങ്ങൾക്ക് ഫ്രഞ്ച് വില്ലേജിലേക്ക് പോകാനായിട്ട്. ഫ്രഞ്ച് വില്ലേജിൽ ഇപ്പോഴും ഫോഗിനൊന്നും നേരത്തെ കണ്ടത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു മാറ്റമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ മഴ പെയ്തതോടുകൂടി തിരക്ക് ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. മഴ പെയ്തപ്പോൾ ആളുകൾ മിക്കതും റെസ്റ്റോറൻറ്റിലും അതുപോലെ തന്നെ മറ്റുള്ള കടകളിലൊക്കെ കയറിയേക്കാണ്. ഫ്രഞ്ച് വില്ലേജിന്റെ മെയിൻ ഏരിയ ആണ് അത്. ഇവിടെ നിന്നാണ് വഴികൾ പല സൈഡുകളിലേക്ക് പോണത്. ഡിസ്നിയുടെ പാർക്കിലും യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലൊക്കെ കാണുന്ന മാതിരി സിനിമയിലെ കഥാപാത്രങ്ങളുടെ ഡ്രസ്സ് ചെയ്തിട്ട് ചില ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെ വന്ന ടൂറിസ്റ്റുകൾക്ക് ഇവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റും. കുറേയധികം ആളുകൾ ഇവരുടെ ഒപ്പം നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫ്രഞ്ച് വില്ലേജിലെ മെയിൻ ഏരിയനോട് ചേർന്ന് നമ്മൾ ഈ കാണുന്നത് എന്തോ ചർച്ചോ ചാപ്പൽ എന്തോ ആണ്. ഇതിന്റെ സൈഡിൽ കൂടെ ഉള്ളൊരു വഴി കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വെറുതെ ഇതിന്റെ അകത്തേക്ക് ഒന്ന് കയറി. ഇതിന്റെ പുറം മാത്രമല്ല കേട്ടോ, അകവും ഒരു യൂറോപ്യൻ ശൈലിയിൽ തന്നെയാണ് ഇവർ പണിതേക്കുന്നത്. ഈ ഫ്രഞ്ച് വില്ലേജിലെ എല്ലാ ബിൽഡിങ്ങുകളും പുറത്തുള്ള ഏരിയയും എല്ലാം ഇവർ ഫ്രഞ്ച് സ്റ്റൈലിൽ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഈ
ബാണ ഹിൽസിൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനായിട്ടുള്ള ഫെസിലിറ്റിയും കൂടി ഉണ്ട് കേട്ടോ. ഏകദേശം 10,000 രൂപ എടുത്താർന്ന് ഞങ്ങൾ നോക്കിയപ്പോൾ ഇവിടുത്തെ റൂം റെന്റ്. പിന്നെ ഇവിടെ താമസിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. നമുക്ക് രാത്രി അങ്ങ് ഡനാങ്ങിലേക്ക് അങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമായിരിക്കുമല്ലോ ഇവിടെ നിന്ന് യാത്ര ചെയ്യാനായിട്ട്. അതാലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ ഡനാങ് ടൗണിൽ തന്നെ താമസിക്കാതെ തീരുമാനിക്കാറുണ്ട്. എത്ര സമയം വേണമെങ്കിലും നമുക്ക് ബോറടിക്കാണ്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമുണ്ട് ബാണ ഹിൽസ്. ഇനി ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാനായിട്ടുള്ള പരിപാടി നോക്കണം. ഇവിടെ പല രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. വെസ്റ്റേണോ ഇന്ത്യനോ തായിയോ അല്ലെങ്കിൽ വിയറ്റ്നാമീസോ ഏത് തരത്തിൽ വേണമെങ്കിലും ഇവിടെ കിട്ടും. പല ഓപ്ഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു തായ് റെസ്റ്റോറൻറ്റ് ഫൈനലൈസ് ചെയ്ത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഒന്ന് കറങ്ങാനുണ്ട്. എന്നിട്ട് വേണം ഞങ്ങളുടെ ടാക്സിയുടെ ഡ്രൈവറിനെ വിളിക്കാനായിട്ട്. പുള്ളിക്ക് ഡനാങ് സിറ്റിയിൽ നിന്ന് ഓടി വരാനായിട്ട് ഏകദേശം 40 മിനിറ്റ് എടുത്ത് സമയം എടുക്കും. അത് കണക്കാക്കി വിളിച്ചേച്ചാൽ മതി എന്നും പറഞ്ഞാണ് ഡ്രൈവർ ഞങ്ങളെ രാവിലെ ഇവിടെ ആക്കിയിട്ട് തിരിച്ച് ഡനാങ്ങിലേക്ക് പോയത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ഇൻഡോർ അമ്യൂസ്മെന്റ് പാർക്കിന്റെ അകത്തേക്കാണ് വന്നത്. പല രീതിയിലുള്ള റൈഡുകളും അതുപോലെ തന്നെ സ്റ്റേജ് ഷോകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള അതേപോലത്തെ സാധനങ്ങളൊക്കെ ആയാലും കെയിൻ ഇതിലൊന്നും കയറാനായിട്ട് വലിയ താല്പര്യം കാണിച്ചില്ല. അധികം താമസിക്കാണ്ട് ഞങ്ങൾ ഫ്രഞ്ച് വില്ലേജിന്റെ മെയിൻ ഏരിയയിലേക്ക് എത്തിയിട്ട് ഡ്രൈവറിനെ വിളിച്ച്. പുള്ളി കുറച്ചു നേരം മുമ്പ് തന്നെ താഴത്തെ പാർക്കിംഗ് ഏരിയയിലെത്തി. പിന്നെ ഞങ്ങൾ ഇവിടെ കറങ്ങണമെങ്കിൽ കറങ്ങട്ടെ എന്ന് വിചാരിച്ചാണ് പുള്ളി ഫോണിൽ വിളിക്കാണ്ടിരുന്നത്. ഞങ്ങൾ തിരിച്ച് താഴത്തേക്കുള്ള കേബിൾ കാറിൽ കയറി. ഇനി ഞങ്ങൾ തിരിച്ച് താഴത്തേക്ക് പോകാനായിട്ടുള്ള പരിപാടിയിലാണ്. പിന്നെ ഇവിടെ വരുമ്പോൾ എന്തായാലും ഒരു കുടയും അതുപോലെ തന്നെ ഒരു തൊപ്പി കയ്യിലെടുത്തേക്കണം കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾ കണ്ടതല്ലേ. ഇവിടെ മഴയും മഞ്ഞും എല്ലാം മാറി മറിഞ്ഞ് വന്നുകൊണ്ടിരിക്കും. ബാണ ഹിൽസിലേക്ക് രാവിലെ തന്നെ കയറുന്നതാണ് ഏറ്റവും നല്ലത്. കഴിയുകയാണെങ്കിൽ ഒരു ഫുൾ ഡേ ഇവിടെ തന്നെ പ്ലാൻ ചെയ്യണതായിരിക്കും നല്ലത്. നിങ്ങൾ എന്തെങ്കിലും ഡനാങ് വരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു അട്രാക്ഷനാണ് ഈ ബാണ ഹിൽസ്. അതുപോലെ തന്നെ മിസ് ചെയ്യാൻ പാടില്ലാത്ത മറ്റൊരു അട്രാക്ഷനാണ് ഹൊയാൻ ഹെറിറ്റേജ് സിറ്റി. ഞങ്ങൾ തിരിച്ചിറങ്ങി പാർക്കിംഗ് ഏരിയയിലേക്ക് പോകുമ്പോഴും ഇവിടെ പുതിയ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്.
രാത്രി ഡനാങ്ങിൽ ഒരു ബോട്ടിങ്ങും കൂടി ബുക്ക് ചെയ്തേക്കണ കാരണമാണ് ഞങ്ങൾ ഇവിടുന്ന് കുറച്ച് നേരത്തെ ഇറങ്ങണത്.